സോ ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദേ വിൽ കിൽ യു അതിന്റെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയണ്ട, പെട്ടെന്ന് റിവ്യൂ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയുടെ വൺ ലൈൻ നോക്കിയാൽ നമ്മുടെ നായിക ഒരു വീട്ടിൽ ഇങ്ങനെ നമ്മുടെ മെയ്ഡായിട്ട് ജോലിക്ക് പോകുന്നതും പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു, അതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. പിന്നെ സിനിമ വിഷ്വലി നമുക്കടുത്ത് പിന്നെ ഡെലിവർ ചെയ്തത് നല്ല നൈസായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു 20 മിനിറ്റ്സ് അറൗണ്ട് സിനിമ നൈസായിട്ട് തന്നെ പോയി. ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു 1 ഷോട്ടിലെടുത്ത് അതൊക്കെ നല്ല കിടിലായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ തന്നെ സിനിമ അങ്ങോട്ട് വർക്കായി. അത് കഴിഞ്ഞ് ഒരു വലിയൊരു ഡിപ്പായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ എങ്ങോട്ടോ എങ്ങനെ എന്തിരിഞ്ഞു വേണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിൽ സ്റ്റോറിയൊക്കെ നമ്മളെ കണ്ടുമടുത്ത ഒരു ക്ലീശേ കഥ തന്നെയാണ്. എൻഡിങ് അതുപോലെ തന്നെ നല്ല ക്ലീശയായിട്ട് തന്നെ തീർത്ത്. പക്ഷേ അതിലവർ ചെറിയൊരു വെറൈറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ എനിക്കത് അത്ര വർക്കായില്ല. ഇനി നിങ്ങൾക്ക് വർക്കാവുമെന്ന് അറിയില്ല, എങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതും പിന്നെ ഒരു R-rated സിനിമയാണ്, 18+ ആണ്. ചെറിയ അവിടെ എവിടെയായിട്ട് ചെറിയ ന്യൂഡിറ്റി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഒന്നും വിളിച്ചിരുത്തി കാണിപ്പിക്കാതിരിക്കുക. ആക്ഷൻ സീക്വൻസിന്റെ കാര്യം എടുത്ത് തന്നെ പറയണം. നല്ല നൈസായിട്ട് തന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. വയലൻസും അത്യാവശ്യം കുറെ തന്നെ ഉണ്ട്. ആക്ഷൻ സീക്വൻസിന്റെ കൂടെ വരുന്നതുകൊണ്ട് അത്ര അങ്ങ് മെയിൻറ്റെയിൻ ആയി പോകും. അല്ലാതെ പ്രത്യേകം അങ്ങനെ വയലൻസ് അങ്ങനെ ഒന്നുമില്ല. ആക്ഷൻ സിനിമകളും ഈ വയലൻസുകൾ നിറഞ്ഞ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടും. അത് വെറും ഈ ആക്ഷൻ സീക്വൻസിന്റെ വയലൻസിന്റെ കാര്യത്തിൽ മാത്രം. അതാണ് പറഞ്ഞത്, സ്റ്റോറി അത്ര പ്രോമിസിങ് അല്ല. പിന്നെ സ്ക്രീൻ പ്ലേ അതും സെക്കൻഡ് ഹാഫ് ആണ് കുറച്ച് ഇതായത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇത്തി ബോറായിരുന്നാലും സെക്കൻഡ് ഹാഫ് നൈസ് ആക്കിയിരുന്നെങ്കിൽ ഇത്തി കൂടി സിനിമ കൊള്ളായിരുന്നു. ഇത് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ ചെയ്തിട്ടും സെക്കൻഡ് ഹാഫ് ഒട്ടും അത്ര വർക്കായില്ലെന്ന് വേണം പറയാം. എനിക്കിതൊരു എബോ ആവറേജ് സിനിമയായിട്ടാണ് ഫീൽ ആയത്. പിന്നെ സിനിമയിൽ നല്ല ക്വാളിറ്റി ഷോട്ട്സ് ഒക്കെ അവർ റെഡി ചെയ്തിട്ടുണ്ട്. മിക്കതും അവർ കണക്ട് ചെയ്യാൻ നോക്കുന്നത് ഈ വൺ ഷോട്ട്സ് ആണ്. വൺ ഷോട്ട്സ് നല്ല സൂപ്പറായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. അത് ഈ ഫൈറ്റ് സീനിലൊക്കെ വരുന്ന വൺ ഷോട്ട് നിങ്ങൾ എടുത്ത് തന്നെ പറയാം. കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും നല്ല നൈസായിട്ട് ഇവർ അതിന് എഫേർട്ട് ഇട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് സിനിമ ഒരു എബോ ആവറേജ് ആയിട്ടാണ് ഫീൽ ആയത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി ഫീൽ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് കമന്റിൽ ഇടുക. ഓക്കെ, നെക്സ്റ്റ് ഒരു കിടിലൻ റിവ്യൂ വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.